ഹായ് ദിസ് ഈസ് ജിതിൻ ഫ്രം ബാക്ക് ബെഞ്ചസ് ഒപ്റ്റോമെട്രി. ഞാനൊരു ചെറിയ സ്കിൻ സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസിനെ പറ്റിയുള്ള ചെറിയൊരു അനാട്ടമിക്കൽ പോർഷനാണിത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് എക്സ്ട്രാ ഓക്കുലർ മസിൽസ് എന്താണെന്ന് നോക്കാം. എക്സ്ട്രാ ഓക്കുലർ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒക്കുലർ, എക്സ്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഔട്ട് എന്നുള്ള മീനിങ്. ഓക്കെ, ഒക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ. അപ്പോൾ ഐന് പുറത്തുള്ള, കണ്ണിന് പുറത്തുള്ള മസിലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ ഒക്കുലർ മസിൽസ്. കണ്ണിൻ്റെ ഉള്ളിലുള്ള മസിൽസിന് നമ്മൾ ഇൻട്രാ ഒക്കുലർ മസിൽസ് എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒക്കുലർ മസിൽസ് ആർ ദ മോസ്റ്റ് സ്പെഷ്യലൈസ്ഡ് സ്കെലിറ്റൽ മസിൽസ്. ഓക്കെ, മോസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കെലിറ്റൽ മസിൽസ് ആണ് നമ്മുടെ എക്സ്ട്രാ ഒക്കുലർ മസിൽസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ 3 ടൈപ്പ് മസിൽസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്, രണ്ടാമത്തത് സ്മൂത്ത് മസിൽസ് ഉണ്ട്, മൂന്നാമത്തെ മസിൽസാണ് കാർഡിയാക് മസിൽസ്. ഈ കാർഡിയാക് മസിൽസ് ഹാർട്ടിൻ്റെ ഏരിയയിലാണ് കാണുന്നത്. സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെയൊക്കെ ലൈനിങ്സിൽ കാണുന്ന മസിൽസാണ്. മൂന്നാമത്തെ മസിലായിട്ടുള്ള സ്കെലിറ്റൽ മസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒക്കുലർ മസിൽ. എന്തുകൊണ്ടാണ് സ്കെലിറ്റൽ മസിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കെലിറ്റൽ മസിൽസാണ് സാധാരണ നമ്മുടെ ബോണിനെ ഒരു ടിഷ്യൂ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ത്രൂ ടെൻഡൻ ഉപയോഗിച്ചിട്ട് ഒരു ബോണിനെ, ഒരു എല്ലിനെ. ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർബിറ്റ്, അല്ലെ, കണ്ണിൻ്റെ ബാക്കിൽ ഒരു ഓർബിറ്റ് എന്ന് പറയുന്ന എല്ലുകളുണ്ട്. അപ്പോൾ ഈ എല്ലിൻ്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ ഒരു ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോൾ, അല്ലേ, നമ്മൾ സ്കെലിറ്റനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൊരു കുഴീൻ്റെ ഉള്ളിലിരിക്കുന്നത്, ഒരു സോക്കറ്റിൻ്റെ ഉള്ളിലാണ് കണ്ണിരിക്കുന്നത്. അപ്പോൾ ആ എല്ലിനെ കണക്ട് ചെയ്യുന്ന, എല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന, കണ്ണിനെ കണക്ട് ചെയ്യുന്ന കുറച്ച് മസിൽസ് സ്കെലിറ്റൽ മസിൽസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ ഒക്കുലർ മസിൽ, നമ്മുടെ കണ്ണിലുള്ള എക്സ്ട്രാ ഒക്കുലർ മസിൽസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഇൻവോളണ്ടറി മസിൽസും ഉണ്ട്, വോളണ്ടറി മസിൽസും ഉണ്ട്. അതായത് നമുക്ക് ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മസിൽസ്. വോളണ്ടറി മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കൺട്രോൾ ചെയ്യുന്ന മസിൽസ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള സാധാരണ 6 മസിൽസ് വോളണ്ടറി മസിൽസാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ മസിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മെയിനായിട്ടും വോളണ്ടറി മസിൽസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ ടൈപ്പാണ് ഒബ്ലിക് മസിൽസ്. ഓക്കെ, ഒബ്ലിക് മസിൽസും അതുപോലെ തന്നെ റെക്ടസ് മസിൽസും. അപ്പോൾ ഇതിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് സുപ്പീരിയർ എന്നും ഇൻഫീരിയർ എന്നും മീഡിയൽ എന്നും ലാറ്ററൽ എന്നും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു ഇമേജ് വെച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. സുപ്പീരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുകൾ ഭാഗത്തുള്ള മസിൽ, സുപ്പീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗം. മീഡിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് മീഡിയൽ സൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഇവിടെ ആയിരിക്കും മൂക്ക് വരിക. ഓക്കെ, മൂക്കിൻ്റെ സൈഡിലേക്കുള്ള മസിൽസിനെ നമ്മൾ മീഡിയൽ റെക്ടസ് എന്ന് പറയും. ഓക്കെ, ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് ചെവീൻ്റെ സൈഡ്, ഇപ്പോൾ ഈ ഭാഗത്താണ് ഈ പേഷ്യൻ്റെ ചെവി വരുന്നതെന്നുണ്ടെങ്കിൽ, ഇത് ചെവിയാണ്, പൂമ്പാറ്റേനെ പോലെയായി, ചെവിയാണെന്നുണ്ടെങ്കിൽ ചെവിയുടെ സൈഡിലേക്ക് വരുന്ന മസിലാണ് ലാറ്ററൽ മസിൽസ് അല്ലെങ്കിൽ ലാറ്ററൽ റെക്ടസ്. ഇനി അതേപോലെ തന്നെ താഴേക്ക് വരുന്ന മസിൽസ് ഇൻഫീരിയർ റെക്ടസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 റെക്ടസ് മസിൽസുകളുണ്ട്. 4 റെക്ടസ് മസിലുകളും അതുപോലെ തന്നെ 2 ഒബ്ലിക് മസിലുകളും. ഒബ്ലിക് മസിലാണ് ഒന്ന്, താഴെ കാണുന്ന ഒബ്ലിക് മസിലിനെ നമ്മൾ ഇൻഫീരിയർ ഒബ്ലിക് എന്ന് വിളിക്കും. മോളിൽ കാണുന്ന ഒബ്ലിക് മസിലിനെ നമ്മൾ സുപ്പീരിയർ ഒബ്ലിക് എന്ന് വിളിക്കും. ഇതിൻ്റെ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മസിലുകൾക്ക് പേരിട്ടേക്കുന്നത്. ഓക്കെ, അതിലാകെ റെക്ടസ് എന്നും ഒബ്ലിക് എന്നും മാത്രം നോക്കിയാനുള്ളൂ. റെക്ടസ് അതുപോലെ തന്നെ ഒബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒബ്ലിക് അസ്റ്റിഗ്മാറ്റിസ് എന്ന് പറയുന്നത് എന്താ, 90-യും 180-യും അല്ലാത്ത മസിൽസ്, അല്ലേ, 90-യും 180 അല്ലാത്ത ആക്സിസിനെ നമ്മൾ ഒബ്ലിക് എന്ന് പറയും. അതുപോലെ തന്നെ 90-യിലും 180-യിലും ബാക്കിയുള്ള എല്ലാ ആക്സിസിലും ഇരിക്കുന്ന മസിൽസിനെ നമുക്ക് മിൽസ് എന്ന് വിളിക്കാം. മിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൽ, ഇൻഫീരിയർ, ലാറ്ററൽ, സുപ്പീരിയർ. ഓക്കെ, ഇതിനെ നമ്മൾ മിൽസ് എന്ന് വിളിച്ചു. ഇനി ഇതല്ലാത്ത, അതായത് ഈ മൂവ്മെൻ്റ് അല്ലാതെ ഇതിനെ കണ്ണിനെ ടോർഷണൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ്, അതായത് കണ്ണിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ, കറക്കാൻ വേണ്ടിയിട്ടുള്ള മസിലുകളാണ് ഒബ്ലിക് മസിൽ. അതിൽ തന്നെ സുപ്പീരിയർ ഒബ്ലിക്കും ഉണ്ട്, അതേപോലെ തന്നെ ഇൻഫീരിയർ ഒബ്ലിക്കും ഉണ്ട്. സോ ഇതിൻ്റെ പൊസിഷൻ നോക്കിയാൽ കാണാം. ഇപ്പോൾ സുപ്പീരിയർ ഒബ്ലിക്ക് എവിടെ ഇരിക്കുന്നത്, ഇത് ഒബ്ലിക്കലി പ്ലേസ്ഡ് ആണ്, അല്ലേ, 90 ഡിഗ്രിയിലല്ല. ഇതിപ്പോൾ 90 ഡിഗ്രി ക്രോസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ലിക്കലിയാണ് ഈ മസിൽ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻഫീരിയർ ഒബ്ലിക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വേറൊരു സൈഡിൽ നിന്നാണ് വരുന്നത്, ഇവിടെ നിന്നാണത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒബ്ലിക് എന്ന് പറയാം.
ഒബ്ലിക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പൊസിഷൻ വെച്ചിട്ടല്ല കേട്ടോ, അത് നമ്മുടെ റൊട്ടേഷണൽ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ 6 മസിൽസാണ് നമ്മൾ മെയിനായിട്ടും എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ മൂവ്മെൻറ്റിന്, കണ്ണിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ്, മീഡിയർ റെക്ടസ്, ലാറ്ററൽ റെക്ടസ്, സുപ്പീരിയർ ഒബ്ലിക്, ഇൻഫീരിയർ ഒബ്ലിക്, 4 റെക്ടസ് മസിൽസും 2 ഒബ്ലിക് മസിൽസും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ കണ്ണിൽ വോളണ്ടറി ആയിട്ടുള്ള മസിൽസും ഉണ്ട്, ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിൽസും ഉണ്ട്. ഇൻവോളണ്ടറിയിൽ വരുന്ന മസിൽസാണ് സുപ്പീരിയർ ടാർസൽ മസിൽസ്, ഇൻഫീരിയർ ടാർസൽ മസിൽ, ഓർബിറ്റാലിസ്. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ഭാഗത്ത് നമ്മൾ ഓരോ മസിലും എടുത്ത് പഠിക്കും. ഓക്കെ, ഇനി ദീസ് 6 മസിൽസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ഐസ് ഇൻ ടു ഡിഫറെൻറ്റ് കേസസ്. നമുക്ക് ഈ മസിലുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡിഫറെൻറ്റ് കേസസിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗെയ്സ് ഇല്ലാത്തതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നിങ്ങൾ പാമ്പിൻ്റെ കണ്ണ് കണ്ടല്ലേ, പാമ്പിന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ തല ചെരിക്കണം, തല റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനൻ സിനിമ കണ്ടിട്ടില്ലേ, എന്തിനൻ സിനിമ കാണുന്ന സമയത്ത് റോബോട്ടൊക്കെ തല ചെരിക്കില്ലേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അവർ റോബോട്ട് തല ചെരിക്കും. ഇപ്പോഴത്തെ റോബോട്ടുകളൊക്കെ മസിൽസ് ഉണ്ട്, കണ്ണ് മൂവ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഈവൻ നമുക്ക് നമ്മുടെ കണ്ണിൽ തന്നെ മസിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വലത്തെ സൈഡിലോ ഇടത്തെ സൈഡിലോ ആരെങ്കിലും നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കഴുത്ത് ചിരിച്ച് നോക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ മസിലുള്ളതുകൊണ്ടല്ലേ എനിക്ക് അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ആ മസിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ കഴുത്ത് ചെരിക്കേണ്ടി വരും, അതേപോലെ തന്നെ കഴുത്ത് ടിൽറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. താഴേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ തല മുന്നിലേക്ക് ആക്കി വെക്കേണ്ടി വരും. അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ മസിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് കേസസിലേക്കുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. ഇനി LPS എന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊരു മസിലുണ്ട്, ദ ലെവേറ്ററൽ പാൽപ്പബ്രൽ സുപ്പീരിയോറിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഐലിഡിൻ്റെ എലിവേഷൻ. ഓക്കെ, നമ്മൾ കണ്ണിൻ്റെ മൂവ്മെൻറ്റ് പറയുന്നത് പോലെ തന്നെ ഐലിഡിനെ എലിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മസിലാണ് LPS മസിൽ. ഈ മസിലും വോളണ്ടറി ആയിട്ടുള്ളൊരു മസിലാണ്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയും. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രാ ഓക്കുലർ മസിൽസ് മൂവ്മെൻറ്റ്സ് പ്ലേസ് എ ക്ലിയർ റോൾ ഇൻ ഡയഗ്നോസിസ് ഓഫ് വാരിയസ് സ്ട്രബിസ്മസ് പാത്തോളജി. സ്ട്രബിസ്മസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, ഈ മസിൽസിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ചെറുതായിട്ടൊരു എംബ്രിയോളജി നോക്കാം. എവിടെ നിന്നാണ് ഈ മസിൽ ഉണ്ടായി വരുന്നത്? നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓർബിറ്റ്, അതുപോലെ തന്നെ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ആർ എംബ്രിയോളജിക്കലി ഡിറൈവ്ഡ് ഫ്രം ദ മീസോഡേം. ഓക്കെ, നമ്മുടെ ഓർബിറ്റ്, നമ്മൾ പറഞ്ഞു ഓർബിറ്റ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എക്സ്ട്രാ ഓക്കുലർ മസിൽസും പ്രധാനമായിട്ടും എംബ്രിയോളജിക്കലി ഡെറൈവ് ചെയ്ത് വരുന്നത് മീസോഡേമിൽ നിന്നും അതുപോലെ തന്നെ ന്യൂറൽ ക്രസ്റ്റ് സെൽസിൽ നിന്നുമാണ്. അതിൽ തന്നെ എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഡെറൈവ് ചെയ്യുന്നത് മീസോഡേമിൽ നിന്നാണ്. ഇനി ഈ എക്സ്ട്രാ ഓക്കുലർ മസിൽസിൻ്റെ കണക്റ്റീവ് ടിഷ്യൂസും അതിനെ സറൗണ്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂസും മസിൽസും ഡിറൈവ് ചെയ്തത് ന്യൂറൽ ക്രസ്റ്റ് സെൽസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ഓക്കുലർ മസിൽസിൻ്റെ എംബ്രിയോളജി പറയുന്ന സമയത്ത് എക്സ്ട്രാ ഓക്കുലർ മസിൽസ് ഡിറൈവ് ചെയ്യുന്നത് മീസോഡേമിൽ നിന്നാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ, ഇപ്പോൾ മസിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഈ മസിലിനെ കണ്ണുമായിട്ട് കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ മസിലിനെ ഓർബിറ്റുമായിട്ടും കണക്ട് ചെയ്യണം അല്ലേ. ഇതിൻ്റെ ഇടയിൽ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണക്ഷൻ വരുന്ന ടിഷ്യൂസും മസിൽസും ഡിറൈവ് ചെയ്തിരിക്കുന്നത് ന്യൂറൽ ക്രസ്റ്റ് സെൽസിൽ നിന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നെർവ് സപ്ലൈ നോക്കാം. നെർവ് സപ്ലൈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മസിൽസിന് കിട്ടുന്ന നെർവിൻ്റെ സപ്ലൈ, ഈ നെർവിൻ്റെ സപ്ലൈയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് പാരാലിസിസ് ഒക്കെ വരുന്നത്. സ്കിൻഡ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നെർവ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓക്കെ, അതിൽ നമുക്ക് മെയിനായിട്ടും ചീഫായിട്ടുള്ള നെർവ് സപ്ലൈ കിട്ടുന്നത് പ്രധാനമായിട്ടും 3 മസിൽസിൽ നിന്നാണ്. അതിൽ ഒന്നാമത്തെ മസിൽ 3rd, രണ്ടാമത്തെ മസിൽ 4th, മൂന്നാമത്തെ മസിൽ 6th. ഓക്കെ, 3ഉം 4ഉം 6ഉം ഈ നെർവിൽ നിന്നാണ് കിട്ടുന്നത്. അതിൽ തന്നെ ഒക്കുലോ മോട്ടോർ നെർവ്, അതായത് 3rd ക്രേനിയൽ നെർവാണ് മൾട്ടിപ്പിൾ എക്സ്ട്രാ ഒക്കുലാർ മസിൽസിന് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള 2 മസിൽസോ 3rd ക്രേനിയൽ നെർവ് മൾട്ടിപ്പിൾ മസിൽസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 4th മസിൽ, അതായത് 4ാമത്തെ നെർവായിട്ടുള്ള ട്രോക്ലിയറും അതേപോലെ തന്നെ 6ാമത്തെ നെർവായിട്ടുള്ള അബ്ഡു അല്ലെങ്കിൽ അബ്ഡ്യൂസെൻറ്റും ഇൻഡിവിജ്വൽ മസിൽസിനാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്ത് വരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണ് LR6SO4 ട്രൈസ്. നിങ്ങൾക്കറിയായിരിക്കും LR6SO4 ട്രൈസ് എന്ന് പറയും നമ്മൾ ഈ നെർവ് സപ്ലൈ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ലാറ്ററൽ റെക്ടസിന് സപ്ലൈ ചെയ്യുന്ന നെർവാണ് 6th നെർവ്. 6th നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ഡ്യൂസെൻ്റ് നെർവ്. സുപ്പീരിയർ ഒബ്ലിക്കിന് സപ്ലൈ ചെയ്യുന്ന നെർവാണ് 4th നെർവ്. 4ാമത്തെ നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോക്ലിയർ.
ബാക്കിയുള്ള എല്ലാ മസിലുകളും, അതായത് ലാറ്ററൽ റെക്ടസും സുപ്പീരിയർ ഒബ്ലിക്കും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മസിൽസിനും സപ്ലൈ ചെയ്യുന്നത് തേർഡ് നെർവാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചാൽ മതി. LR6 SO4 ട്രൈസ്. നമ്മൾ കെമിസ്ട്രിയിൽ ഇക്വേഷനൊക്കെ പഠിക്കുന്ന പോലെ LR6 SO4 ട്രൈസ്. ലാറ്ററൽ റെക്ടസ് 6th, സുപ്പീരിയർ ഒബ്ലിക്ക് 4th, ബാക്കിയുള്ള മസിൽസിനെല്ലാം തേർഡ് നെർവ്. ഇനി ലാസ്റ്റ് ഒറ്റ കാര്യം കൂടി പറയാനുള്ളൂ. കുറച്ച് ആക്സിസുകളുണ്ട്. ഓക്കെ, അതായത് കുറച്ച് കണ്ണിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ അനുസരിച്ച് നമ്മൾ കുറച്ച് ആക്സിസുകൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ലിസ്റ്റിംഗ് പ്ലെയിനും ഫിക്സ് ആക്സിസും എന്താണെന്ന് നോക്കാം. ദ ലിസ്റ്റിംഗ് പ്ലെയിൻ ഈസ് ആൻ ഇമാജിനറി ഇക്വിറ്റോറിയൽ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ഗ്ലോബ്സ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. അതായത് ആദ്യം തന്നെ പറയുന്നത് ലിസ്റ്റിംഗ്സ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമാജിനറി ഇക്വിറ്റോറിയൽ പ്ലെയിൻ. ഇതെന്താണ്? ഒരു സാങ്കല്പികമായിട്ടുള്ള ഇക്വിറ്റോറിയൽ പ്ലെയിനാണ്. ഇത് ഒറിജിനലായിട്ടില്ല, കണ്ണിൽ അങ്ങനെ ഒരു പ്ലെയിനൊന്നുമില്ല. നമ്മൾ സാങ്കല്പികമായിട്ട് പറയുന്നൊരു പ്ലെയിനാണ്. കണ്ടെയ്നിങ് ദ ഗ്ലോബ്സ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. ഇപ്പോൾ ലിസ്റ്റിംഗ്സ് പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള പ്ലെയിനിനെ, ഈ ഒരു പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് ലിസ്റ്റിംഗ്സ് പ്ലെയിൻ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്ലെയിനിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ എല്ലാ റൊട്ടേഷൻസിനെയും പറ്റി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമാജിനറി ഇക്വിറ്റോറിയൽ പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് ലിസ്റ്റിംഗ്സ് പ്ലെയിൻ. ഇനി ഇതിൽ തന്നെ ഫിക്സ് ആക്സിസ് പറയുന്നുണ്ട്. ഫിക്സ് ആക്സിസ് ഈസ് ദ ആക്സിസ് അറൗണ്ട് വിച്ച് ഗ്ലോബ് റൊട്ടേറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്ലോബിൻ്റെ അല്ലെങ്കിൽ കണ്ണിൻ്റെ എല്ലാ റൊട്ടേഷൻസും എവിടെയാണ് വരുന്നത്? ഇമാജിനറി പ്ലെയിൻ, ഇക്വേറ്റോറിയൽ പ്ലെയിനിലാണ് വരുന്നത്. ആ പ്ലെയിനിനെ നമ്മൾ ലിസ്റ്റിംഗ്സ് പ്ലെയിൻ എന്ന് വിളിച്ചു. ഈ പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ബുക്ക് വെച്ചെന്ന് വെച്ചോ. ഒരു ബുക്ക് ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് അതിൻ്റെ മുന്നിലൊരു ബോൾ വെച്ചു. ഓക്കെ, അതിൻ്റെ മുന്നിലൊരു ബോൾ വെച്ചിട്ട് ഈ ബോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബുക്ക് ഇതിൻ്റെ പകുതിക്കാണ്, ഈ ബോളിനെ നമ്മൾ പകുതിയാക്കി. ഈ പകുതിയിൽ ഞാനൊരു പ്ലെയിൻ വെച്ചിട്ട് ഇതിനുള്ളിൽ കിടന്നിട്ട്, ഇപ്പം ആ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ ഗ്ലോബില്ലേ, പണ്ടത്തെ നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് പഠിച്ച സമയത്ത് നമുക്ക് ഗ്ലോബ് കാണിച്ചു തരില്ലേ. അപ്പോൾ അതെന്താ, ഒരു അച്ചുതണ്ടിൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടതിൽ കറങ്ങി, അങ്ങനെ പറയില്ല. അപ്പോൾ ഒരു അച്ചുതണ്ടെന്ന് പറയില്ലായിരുന്നു നമ്മൾ. അപ്പോൾ അതിനകത്ത് കിടന്നിട്ടല്ല, ആ പ്ലെയിനിൽ കിടന്നിട്ടല്ല അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഒരു പ്ലെയിനിനെയാണ് ലിസ്റ്റിംഗ്സ് പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്ലെയിനിനകത്തുള്ള 3 ആക്സിസുകളാണ് ഫിക്സ് ആക്സിസ്. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ മെയിനായിട്ട് 3 ആക്സിസുകളാണ് നമുക്കുള്ളത്. എക്സ്, വൈ, അതുപോലെ തന്നെ സെഡ്. ഓക്കെ, എക്സ്, വൈ, സെഡ്. ഇതിൽ എക്സ് ആൻഡ് വൈ ആക്സിസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റിംഗ്സ് പ്ലെയിൻ ആൻഡ് ദ വൈ ആക്സിസ് ഇസ് എ സജൈറ്റൽ ആക്സിസ് ദാറ്റ് ലൈസ് പെർപെൻഡിക്കുലർ ടു ദി ലിസ്റ്റിംഗ്സ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ലിസ്റ്റിംഗ്സ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലിസ്റ്റിംഗ്സ് പ്ലെയിൻ വരുന്നത്. ഇങ്ങനെ ഒരു പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ് ആക്സിസും അതുപോലെ തന്നെ സെഡ് ആക്സിസും നമ്മുടെ ലിസ്റ്റിംഗ്സ് പ്ലെയിനിലാണ് വരുന്നത്. പക്ഷേ വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി ഞാനിപ്പോൾ ഒരു പെൻസിൽ കുത്തിക്കയറ്റി വെച്ചാൽ എങ്ങനെ ഉണ്ടോ, നേരെ ബാക്കിലേക്ക് പോലെ. ഓക്കെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, ലിസ്റ്റിംഗ്സ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ആക്സിസ് വരുന്നത്, അല്ലേ? ഈ വൈ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, ഇത് നേരെ ബാക്കിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ്, ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് നമ്മുടെ ലിസ്റ്റിംഗ്സ് പ്ലെയിൻ വരുന്നത്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് വരുന്നത്? നമ്മുടെ വൈ ആക്സിസ് വരുന്നത്. പക്ഷേ നമ്മുടെ എക്സ് ആക്സിസും സെഡ് ആക്സിസും ലിസ്റ്റിംഗ് പ്ലെയിനിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഓരോ മൂവ്മെൻറ്റ് നോക്കാം. ഇതിൽ വെർട്ടിക്കൽ റൊട്ടേഷൻസ്, വെർട്ടിക്കലായിട്ട് നമ്മുടെ കണ്ണ് മൂവ് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ കൂടിയായിരിക്കും. ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സ് നടക്കുന്നത് സെഡ് ആക്സിസിൽ കൂടിയായിരിക്കും. ടോർഷണൽ മൂവ്മെൻറ്റ് നടക്കുന്നത് വൈ ആക്സിസിൽ കൂടിയായിരിക്കും. ഇനി നമുക്ക് എക്സ് നോക്കാം ആദ്യം. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, അതായത് നേരെ കണ്ണിന് മുന്നിൽ കൂടി നേരെ വരുന്ന പ്ലെയിൻ. അപ്പോൾ ഈ പ്ലെയിനിൽ അപ്പ് അതുപോലെ തന്നെ ഡൗണ്, ഈ 2 മൂവ്മെൻ്റ് ആയിരിക്കും വരിക. ഓക്കെ, കണ്ണ് മുകളിലേക്ക് നോക്കുക, കണ്ണ് താഴേക്ക് നോക്കുക. എക്സിൻ്റെ ഷേപ്പ് നോക്കിയാൽ മതി. എക്സിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ആരോ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായിരിക്കും എക്സ് ആക്സിസ്. ഓക്കെ, എക്സിൻ്റെ മുകളിലേക്ക് നേരെ ആരോ ഇട്ടാൽ എക്സിൻ്റെ ഷേപ്പ് നോക്കിയാൽ മതി. മുകളിലേക്കും താഴേക്കും, ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചാലും മതി. ഇത് മുകളിലേക്ക്, അതേപോലെ തന്നെ ഇത് താഴേക്ക്. അപ്പോൾ അപ്പും ഡൗണുമാണ് എക്സ് ആക്സിസിനകത്തെ മൂവ്മെൻറ്റ് വരിക. ഇനി നമുക്ക് നേരെ വൈയിലേക്ക് പോവാം, അല്ല സെഡിലേക്ക് പോവാം. സെഡിലേക്ക് പോകുന്ന സമയത്ത് സെഡിലെ മൂവ്മെൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമാണ് സെഡിലെ മൂവ്മെൻറ്റ് വരുന്നത്. അതായത് ഇങ്ങനെയാണ് സെഡ് ആക്സിസ് വരുന്നത്. സെഡ് ആക്സിസിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമുള്ള മൂവ്മെൻറ്റാണ്.
അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് സെഡിൻ്റെ ഷേപ്പ് ഓർത്ത് വെച്ചാൽ മതി. സെഡ് ഒരു ആരോ മാർക്ക് അങ്ങോട്ടും ഒരു ആരോ മാർക്ക് ഇങ്ങോട്ടും. അപ്പോൾ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമാണ് സെഡ് ആക്സിസിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലാത്ത ആക്സിസ്, അതായത് നേരെ ഒരു പെൻസിൽ എടുത്തിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ കൂടി കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ് എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക, സുപ്പീരിയർ എലിവേഷൻ അല്ല സൈക്ലോ, നമ്മൾ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് പറയില്ലേ, ഇപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ തന്നെ കോർണേഴ്സിലേക്ക് നോക്കുന്നത് അല്ലേ? ഡെക്സ്ട്രോ എലിവേഷൻ, ഡെക്സ്ട്രോ ഡിപ്രഷൻ, ലീവോ എലിവേഷൻ, ലീവോ ഡിപ്രഷൻ. ഈ 3-4 മൂവ്മെൻറ്റ്സ് ആയിരിക്കും നമ്മുടെ ഏതിനകത്ത് വരുന്നത്? വൈ ആക്സിസിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഓരോ മസിൽസിൻ്റെയും അനാട്ടമി പഠിക്കും. അതായത് ഇതിൻ്റെ ലൊക്കേഷൻസ്, അതിൻ്റെ ലെങ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.